നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുണ്യപ്രസിദ്ധമായ സുകൃത ഹോമം ആരംഭിച്ചു. 8-ന് സമാപിക്കും. വഴിപാട് ഷീട്ടാക്കിയവർക്ക് സമാപന ദിവസം പ്രസാദം നൽകും. ആദ്യമായാണ് ഭക്തർക്ക് സുകൃത ഹോമം വഴിപാടാക്കാനുള്ള സൗകര്യം ഒരുക്കിയത്. പ്രത്യേകം കൗണ്ടറിലൂടെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് സുകൃത ഹോമത്തിന്റെ പ്രസാദം നൽകുക. പ്രസാദം വാങ്ങുവാനെത്തുന്ന ഭക്തർ ഒറിജിനൽ രശീതി കൊണ്ടുവരേണ്ടതാണെന്ന് ദേവസ്വം അറിയിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റി. അപകടകരമായ മരച്ചില്ലകൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് PTA നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിന് നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പണം അനുവദിച്ചതോടെ ശനിയാഴ്ച മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റുകയായിരുന്നു. ഒട്ടേറെ വാഹനങ്ങൾ പോകുന്ന റോഡിൽ വാഹന ഗതാഗതം നിയന്ത്രിച്ചാണ് മരച്ചില്ലകൾ വെട്ടിമാറ്റിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, PTA പ്രസിഡന്റ് സാബു ഐനൂർ, പഞ്ചായത്ത് അംഗം KT ഷാജൻ, ഫുട്ബോൾ ഫ്രണ്ട്സ് പ്രസിഡന്റ് MM വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. കളിയിൽ മാത്രമല്ല കാരുണ്യ പ്രവൃത്തിയിലും മാതൃകയായി ചൊവ്വന്നൂർ ക്രിക്കറ്റ് കൂട്ടായ്മ. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട കാളിയടത്ത് മനോജ് സുധ ദമ്പതികളുടെ മക്കളായ അവനിക, ആയുഷ് എന്നിവരുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് 1,40,000 രൂപ നൽകി. ക്രിക്കറ്റ് കൂട്ടായ്മ മാതൃകയായി. ശനിയാഴ്ച വൈകിട്ട് മനോജിന്റെ വീട്ടിലെത്തിയ കൂട്ടായ്മ അംഗങ്ങൾ ടൂർണമെന്റ് നടത്തിയും കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സമാഹരിച്ചതുമായ തുക ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ റെസീറ്റ് ചികിത്സാ സഹായ സമിതി കൺവീനർ സജിമാഷിന് കൈമാറി. നമ്മുടെ കുന്നംകുളത്തെ അതുപോലെ ചൊവ്വന്നൂരത്തെയും ക്രിക്കറ്റ് കൂട്ടായ്മ ഒരു ടൂർണമെന്റ് നടത്തുന്നുണ്ടായി. അതിന്നും അതുപോലെ തന്നെ പിന്നെ ക്രിക്കറ്റ് ഗ്രൂപ്പ് ഉണ്ട് കുന്നംകുളത്ത് ബേസ് ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പ്, അതിലും ഇട്ട് റഹീം, അതുപോലെ റിയാസ്, പിന്നെ യുണൈറ്റഡ് എല്ലാവരും ചൊവ്വന്നൂരത്തെ ഒരു ക്രിക്കറ്റ് കൂട്ടായ്മ എല്ലാവരും കൂടിയിട്ട് പറ്റാവുന്ന പറ്റാവുന്ന സംഖ്യയാണ് ഇന്നിവിടെ ഇതിന്റെ കൺവീനർ സജിമാഷക്ക് കൊടുത്തത്. കേരളപ്പിറവി ദിനത്തിൽ അന്യസംസ്ഥാനക്കാരായ സൈനികർക്ക് മധുരം നൽകി NCC കേഡറ്റുകൾ. തൃശൂർ 24 കേരള ബറ്റാലിയൻ NCC കേഡറ്റുകളാണ് കേരളപ്പിറവി ദിനത്തിൽ അന്യസംസ്ഥാന സൈനികരായ നായിക് സുബേദാർ നകുൽ മിർദ, സുബേദാർ K ശശികുമാർ എന്നിവർക്ക് മധുരവും ബൊക്കയും നൽകി കേരള ചരിത്രം വിവരിച്ച് കേരളപ്പിറവി ദിനം വേറിട്ടാക്കിയത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകൾ കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് സമീപമാണ് ആദര സമ്മേളനം നടത്തിയത്. മേജർ PJ സ്റ്റൈജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. NCC കേഡറ്റുകൾ കേരളപ്പിറവി ഗാനം ആലപിച്ചു. സീനിയർ കേഡറ്റുകളായ അഭിജിത്ത് മോഹൻ, ശിവമല്ലി എന്നിവർ ചേർന്നാണ് സൈനികർക്ക് മധുരവും ബൊക്കയും നൽകിയത്. ഇസബൽ ജോസ് കേരള ചരിത്രത്തെക്കുറിച്ച് കേഡറ്റുകളോട് സംവദിച്ചു. മധുരത്തിന് പുറമെ ലൂവിക്കയും വിതരണം ചെയ്തു. കേരളത്തിലെ ജീവിതം മറക്കാനാവാത്ത മധുര സ്വപ്നങ്ങളാണ് നൽകിയതെന്ന് ഒറീസ സ്വദേശി നകുൽ മിർദ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. പരിപാടികൾക്ക് സീനിയർ കേഡറ്റുകളായ സായി കൃഷ്ണ, ആദിത്യൻ VS മിന്ദ്ര, ഗ്രേസ് ജോഷി എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ ദേശീയബോധം വളർത്തുന്നതിനും കേരളത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് യൂണിറ്റ് ഓഫീസർ മേജർ PJ സ്റ്റേജു പറഞ്ഞു. KSSPA കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കുന്നംകുളം ട്രഷറിക്ക് മുന്നിൽ പ്രകടനം നടത്തി. തടഞ്ഞുവെച്ച ക്ഷാമാശ്വാസം അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസപ്പ് പ്രീമിയം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം. KSSPA സംസ്ഥാന കൗൺസിൽ അംഗം TS സുബ്രഹ്മണ്യൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് M ഹരിദാസൻ, സെക്രട്ടറി AA അബ്ദുൾ മജീദ്, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ PP യേശുദാസ്, KA കൊച്ചുറാണി, AG വർഗീസ്, MS പ്രകാശൻ, KC റെജി, KC ഷീല ടീച്ചർ, സാംസൺ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. AB പിജേഷിന്റെ 16ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി DYFI പഴഞ്ഞി മേഖലാ കമ്മിറ്റി പ്രകടനവും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പൊതുയോഗവും നടത്തി. പഴഞ്ഞി ജയ ബേക്കറി പരിസരത്തു നിന്നും 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം വിജേഷ് വെട്ടേറ്റ് വീണു മരിച്ച സ്ഥലത്ത് സമാപിച്ചു. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MN സത്യൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ വൈസ് പ്രസിഡന്റ് ശ്രാവൺ അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് UK കൃഷ്ണ, ജില്ലാ കമ്മിറ്റി അംഗം യശ്വന്ത്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VC സാജൻ, KR ബിനോഷ്, KK സുനിൽകുമാർ, മുരളി മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി സന്ധ്യ സജിത്ത്, സൂരജ്, അക്ഷയ്, അമീൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.
കേരള പിറവിയുടെ ഭാഗമായി എടക്കര IDC ഇംഗ്ലീഷ് സ്കൂളിൽ ആർട്ട് എക്സിബിഷനും ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ കരകൗശല വസ്തുക്കളും പൂർവ്വകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും നാണയങ്ങളും കറൻസികളും എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചു. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും കുട്ടികളിൽ നവ്യാനുഭവമായി. നാളികേരം ഉപയോഗിച്ചുള്ള രുചിയൂറുന്ന വിവിധതരം പലഹാരങ്ങൾ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ കൊണ്ടുവന്നു. IDC എടക്കര സെക്ഷൻ മാനേജർ അലി മേളരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികൾക്ക് ഹെഡ് മിസ്ട്രസ് ഷൈബ, അധ്യാപകരായ ഹാരിസ് ഫാറുനി, ഷിഹാബ് ഫാറുനി, മറ്റു അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. ചരമം. ചൂണ്ടൽ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായിരുന്ന ചേനോത്ത് രാജൻ നിര്യാതനായി. സംസ്കാരം ഇന്ന് 12 മണിക്ക് നടക്കും. ഉഷ ഭാര്യയാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.